കഴിഞ്ഞ കുറേ ദിവസത്തെ പോലെ ഇന്നും പ്രധാനപ്പെട്ട വിഷയം വലിയൊരു ആശങ്ക, ലോകത്തിൻ്റെ ആശങ്ക. 2 തവണ ഇറാൻ നേരിട്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മിസൈൽ ആക്രമണം. ഇസ്രായേലിൻ്റെ കേമത്വവും സാമർഥ്യവും കൊണ്ട് വലിയ കാഷ്വാലിറ്റീസ് ഇല്ലാതെ ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ തകർക്കാൻ പറ്റിയിരിക്കുന്നു. അതേസമയത്ത് അതിനകത്ത് ഇപ്പോഴും ഇസ്രായേലിലേക്ക് ആരൊക്കെയോ നുഴഞ്ഞു കയറുകയും അവിടെ 5-6 ആളുകളെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചാവേർ ആക്രമണം കൂടി സമാന്തരമായി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരെ അവസാനിപ്പിക്കുമായിരിക്കും. കാരണം ഹമാസിനെ അവസാനിപ്പിച്ചവർക്ക് ഇത്തരത്തിലുള്ള കൊച്ചു നുഴഞ്ഞു കയറ്റക്കാരെ നേരിടാൻ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ ഇനിയുള്ളൊരു ചോദ്യം ഇതാണ്. 2 കാര്യങ്ങൾ. ഈ 2 തവണ, കഴിഞ്ഞ ഏപ്രിലും ഇന്നലെ രാത്രിയിലും 2 തവണ മിസൈലുകൾ വന്നു. 200ഓളം എന്ന് ഇന്നലെ പറയുന്നുണ്ട്, 180 എന്നൊരു കണക്ക് കണ്ടു. എന്തായിരുന്നാലും 2 കാര്യങ്ങൾ. ഏതൊക്കെ ഇസ്രായേലിൽ തന്നെ, ഇസ്രായേലിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈലൊന്നും അങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലോ. മിസൈൽ പിൻ പോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് പോയിന്റിലേക്ക്, ഏതൊക്കെ പോയിന്റിലേക്കായിരിക്കണം ഈ മിസൈലുകൾ വർഷിച്ചത് എന്നറിയാൻ, വിശദാംശങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. സാറിന് അത് സംബന്ധമായി എന്തെങ്കിലും വിവരങ്ങൾ പ്രേക്ഷകരോട് പറയാൻ സാധിക്കും? അതായത് മിസൈലുകൾ ലക്ഷ്യമിട്ടത് ടെല്ലവീവിൽ തന്നെയുള്ള മൊസാദിൻ്റെ കേന്ദ്രമായിരുന്നു പ്രധാനപ്പെട്ട ഇറാൻ്റെ ലക്ഷ്യം. പിന്നെയും 2 വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു, എയർബേസുകൾ. ഒന്ന് നൊവാറ്റിം, 2 ടെൽനോഫ്. അങ്ങനെ 2 വ്യോമതാവളങ്ങൾ. പ്രധാനപ്പെട്ട ലക്ഷ്യം മൊസാദിൻ്റെ കേന്ദ്രം തകർക്കുക എന്നുള്ളതാണ്. ടെല്ലവീവിനോട് ചേർന്ന് ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ് മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് വാണിജ്യ കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. വലിയ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള കേന്ദ്രത്തിൽ തന്നെയാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സും. അത് കുറേയും കൂടി വിശദാംശങ്ങൾ പറയാം. അപ്പോൾ ഈ CNN-ഉം ഗാർഡിയനും ഈ മൊസാദിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ വലിയ ക്രേറ്റേഴ്സ്, ഗർത്തങ്ങൾ ഉണ്ടായതായി അവരുടെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു വീഡിയോയും കണ്ടു. മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഗർത്തം, ഒരു വീഡിയോ ചിത്രവും ഒരു ലേഖകൻ, PBSൻ്റെ ലേഖകൻ നിക് ഷിഫ്രിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഇതിങ്ങനെ ഫോം ചെയ്താണ്. ഇത് അപ്പുറത്ത് കാണുന്നതാണ് മൊസാദിൻ്റെ HQ എന്ന് പറയുന്ന വീഡിയോ. വന്ന് വീണിട്ട് വലിയ ഗർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 30 അടി താഴ്ച ഗർത്തം ഈ മൊസാദിൻ്റെ അടുത്തുള്ള. മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തീർന്നു. 50 അടി വീതി, 30 അടി താഴ്ച, 50 അടി വീതി, വലിയ ഗർത്തമാണ്. അത് പിന്നെ ഭൂഖണ്ഡാന്തര മിസൈലല്ലേ. 2000 ഹൈപ്പർസോണിക് മിസൈലാണ് വന്നിരിക്കുന്നത്. ഫത്തേ 2 എന്ന് പറയുന്ന മിസൈൽ. ഹൈപ്പർസോണിക് ആണ്, ഭയങ്കര സ്പീഡാണ്. സാധാരണഗതിയിൽ ഈ അയൺ ഡോമിന് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആരോ 2, ആരോ 3 എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ. ഈ മിസൈലുകൾ ആരോ കൈകാര്യം ചെയ്തതേ ആകാൻ വഴിയുള്ളൂ. അയൺ ഡോമിന് ഷോർട്ട് റേഞ്ച് മിസൈലിനെയൊക്കെ കൈകാര്യം ചെയ്താണ് കൂടുതൽ ശീലം. അതിനുള്ളതാണത്. അതായത് ഹമാസ് അയക്കുന്ന റോക്കറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അല്ലാതെ 2000 കിലോമീറ്റർ അകലെ നിന്ന് വരുന്നതിന് ആരോ 2, ആരോ 3 ഒക്കെ പറ്റുള്ളൂ. അത് പറയാം. അപ്പോൾ പിന്നെ ഈ മൊസാദ് കേന്ദ്രത്തിൽ നിന്ന് 50-100 അടി അകലമേ ഈ ഗർത്തത്തിനുള്ളൂ. അത് വിസിബിളാണ്. നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം, അവൈലബിളാണ്. PBS ലേഖകൻ നിക് ഷിഫ്രിൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ CNN-ഉം ഗാർഡിയനും മറ്റേ ചിത്രങ്ങൾ അച്ചടിച്ചിട്ടുണ്ട്. ജൂലൈയിൽ ഈ ഹാനിയെ കൊന്നല്ലോ, അത് പേജർ ആക്രമണങ്ങൾ, നസ്രള്ളയുടെ വധം, ഇതിനൊക്കെയുള്ള പ്രതികാരമായിട്ടാണ് ഇത് ഇറാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഒരു മിസൈൽ മറ്റേ പലസ്തീൻ ഭാഗത്ത് ജെറിക്കോയിലാണ് പോയി വീണത്, അപ്പുറത്ത്. അതായത് അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് തന്നെയാണ് ഒരെണ്ണം പോയി വീണിരിക്കുന്നത്, ജെറിക്കോയിലാണ്. അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു, ജെറിക്കോയിൽ, പലസ്തീൻ പ്രദേശത്ത്. അപ്പോൾ ഖമനേയി ഇത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, പടച്ചോൻ്റെ വിജയം,
ഓഹോ. കീഴടക്കലിന് സമമായിരുന്നു അത് എന്ന് ഖമനേയി പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിനെ കീഴടക്കിയതിന് സമമായിരുന്നു എന്ന്. വെസ്റ്റ് ബാങ്കിൽ ഈ ജെറിക്കോ ഭാഗത്താണ് ചെന്ന് വീണിട്ട് ഒരാൾ കൊല്ലപ്പെട്ട്. ഇസ്രയേലിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടൊന്നും ഇസ്രയേൽ പറഞ്ഞിട്ടില്ല. ഈ മിസൈൽ വരുമ്പോൾ റെഡ് കോഡ് അലർട്ട് ഉണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ബോംബ് ബങ്കറുകളിലേക്ക് ജനം മാറാനായിട്ടുള്ള റെഡ് കോഡ് അലർട്ട് ഉണ്ടായിരുന്നു. നൊവാറ്റിം വ്യോമത്താവളം, ടെൽനോഫ് വ്യോമത്താവളം അതിൻ്റെ അടുത്തുമൊക്കെ മിസൈൽ പതിച്ചിട്ടുണ്ട് ഈ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശേഷം. 2 മിസൈലുകൾ, 2 ഹൈപ്പർസോണിക് ഫത്തെ മിസൈലുകൾ മൊസാദ് ഹെഡ് ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കിയിട്ടാണ് വന്നത്. 2 എണ്ണം ഭൂഖണ്ഡാന്തരം. ഈ മൊസാദ് കേന്ദ്രം ഇരിക്കുന്ന ആ ടെല്ലവീവിനടുത്ത സ്ഥലത്തിൻ്റെ പേര് ഗ്ലിലോട്ട് എന്നാണ്. ഗ്ലിലോട്ട്. ആ സ്ഥലത്തേക്ക് ആണ് 2 മിസൈലുകൾ ഈ ഇറാൻ അയച്ചിരിക്കുന്നത്. മറ്റേത് നെഗേവ് മരുപ്രദേശത്താണ് വ്യോമത്താവളം, മറ്റേ നെവാറ്റിം എന്ന് പറഞ്ഞ വ്യോമത്താവളം. അവിടെ വളരെ വലിയ ഒരു വ്യോമത്താവളമാണത്. ഏറ്റവും മിഡിൽ ഈസ്റ്റിലെ തന്നെ വളരെ വിസ്തൃതമായ ഒരു വ്യോമത്താവളമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏപ്രിൽ 13-നും ഇറാൻ മിസൈൽ അയച്ചത് ഈ നൊവാറ്റിം എന്ന് പറഞ്ഞ വ്യോമത്താവളം ലക്ഷ്യമാക്കി തന്നെയാണ്. അപ്പം അത് നശിപ്പിക്കണം എന്ന് വലിയ ആഗ്രഹം അവർക്കുണ്ട്. പക്ഷെ അന്ന് ഈ ഡാമേജ് വളരെ മിനിമം ആയിരുന്നു. ഇത്തവണ ഡാമേജ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. ലക്ഷ്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം, ഗർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അയൺ ഡോം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ശേഷി ഇതൊക്കെ നേരിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആരോ 2, ആരോ 3 ഈ മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർക്കുന്ന മിസൈലുകൾ, അത് ആരോ 2, ആരോ 3 എന്ന് പറഞ്ഞ ആ ശ്രേണി മിസൈലുകൾ ഇസ്രയേൽ അമേരിക്കയുടെ കൂടെ ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ച മിസൈലുകളാണ്. 2 കൂട്ടരും ഇസ്രായേൽ അമേരിക്ക സംയുക്ത സംരംഭമാണ്. അത് ഈ ഇറാനിൽ നിന്ന് ഈ ശല്യം, അവരുടെ നിഴൽ യുദ്ധക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഹമാസ്, ഹിസ്ബുള്ള, സിറിയ, ഇങ്ങനെ പലയിടത്തുനിന്നും വരുമല്ലോ. പക്ഷേ ഈ ആക്രമണത്തെക്കുറിച്ച്, ഇന്നലെ രാത്രിയിലെ ആക്രമണത്തെക്കുറിച്ച് ഒരു പരക്കുന്ന ഒരു 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 ഏകപക്ഷീയമായ സ്റ്റോറി ശരിയല്ല അല്ലേ? അല്ല. ഒന്നുപോലും ഇറാൻ ഈ ഇസ്രായേലിലെ മണ്ണിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. അത് ശരിയല്ല. മൊസാദിന്റെ നാരോ എസ്കേപ്പ് ആണ് യഥാർത്ഥത്തിൽ മൊസാദിന്റെ ആസ്ഥാനം. മൊസാദിന്റെ എന്ന് പറഞ്ഞാൽ അയൺ ഡോം അത്ര ശേഷി ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ ഈ വീണ്ടു വിചാരങ്ങൾ ഉണ്ട് ഇപ്പോൾ. അതാ ഞാൻ പറഞ്ഞ ആരോ ഭൂഖണ്ഡാന്തര മിസൈലുകൾ തടുക്കാൻ പറ്റിയതല്ല അയൺ ഡോം ശേഷിയോടുകൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ സ്പീഡിലാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര പ്രെസിഷൻ വേണം ഈ പ്രവർത്തിക്കുന്നവർക്കൊക്കെ. ഈ സെക്കൻഡുകളിലൊക്കെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വേണം. അത് ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെക്കാൾ വേഗത്തിലാണത്. അപ്പോൾ 150 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായിട്ടാണ് കണക്ക്. അതിൽ ഫത്തെ 2 ഹൈപ്പർസോണിക്, അത് 1000 മാച്ച് പെർ അവർ ആണ് അതിൻ്റെ സ്പീഡ്. ഇസ്രയേൽ പ്രതിരോധത്തെ തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയൺ ഡോമിനെ തകർത്ത് കയറുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ഈ മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നത്. സ്പീഡ് കാരണം ഇൻ്റർസെപ്ഷന് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ദിശ, പിന്നെ ഈ മിസൈലിലെ സ്ഫോടകം ഉണ്ടല്ലോ, അത് ഏത് എന്നറിയുക, ഇതൊക്കെ പ്രയാസമായിരുന്നു. അമേരിക്കയിലെ പെൻറ്റഗണിൻ്റെ വക്താവിൻ്റെ അഭിപ്രായം ഞാൻ പറയാം. പെൻറ്റഗണിൻ്റെ വക്താവ്, പെൻറ്റഗൺ പ്രതിരോധ കേന്ദ്രം, അതിൻ്റെ വക്താവ് ജനറൽ പാറ്റ് റൈഡർ പറഞ്ഞു, വലിയ നാശം തന്നെയാണ് ഇറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞു. പലതും ഈ പ്രതിരോധം കടന്ന് മിസൈൽ പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിരോധ സംവിധാനങ്ങൾ കടന്ന് മിസൈൽ പോയിട്ടുണ്ട്. ഒരെണ്ണം മൊസാദ് കേന്ദ്രത്തിന് പുറത്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു.
അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ കണ്ടതാണ്. അതിൻ്റെ 30 അടി താഴ്ചയും 50 അടി വീതിയും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതെ, വലിയ ഗർത്തമാണ്. അയൺ ഡോം 2011 മുതലാണ് പ്രവർത്തന സജ്ജമായത്. 90% അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വിജയമായിരുന്നു. പക്ഷേ ലഘുദൂര മിസൈലുകൾക്ക് വേണ്ടി തകർക്കാനുള്ളതാണത്, ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട്. ലോങ് റേഞ്ചിന് ഈ ആരോ എന്ന് പറഞ്ഞ ശ്രേണി തന്നെ ഉപയോഗിക്കണം. ആരോ 3-ന് ഈ ആരോ 3 എന്ന് പറഞ്ഞ മിസൈൽ സംവിധാനത്തിന് ഭൗമ അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം മിസൈല് ഭൗമ അന്തരീക്ഷത്തിൻ്റെ പുറത്തേക്ക് കടന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെയും പോയി ചെയ്യാൻ പറ്റും. അയൺ ഡോമിനത് പറ്റില്ല. അയൺ ഡോം എന്ന് പറയുന്നത് ട്രക്കിൽ മിസൈല്, ഈ സഞ്ചരിക്കുന്ന മിസൈൽ എന്ന് നമുക്ക് പറയാം, ഒരു ട്രക്കിലാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. അല്ലാതെ വലിയ ടവർ, പലരും ധരിക്കുന്ന പോലെ ഒരു ടവറിൻ്റെ മുകളിൽ ഒരു ഡോം ഇരിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഒരു ട്രക്കിൽ അങ്ങനെയാണ് സഞ്ചരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ. ഈ ട്രക്ക് എവിടെ വേണമെങ്കിലും ഇസ്രയേൽ ഇങ്ങനെ കൊണ്ടു നടക്കാം. ടെലവീവിൻ്റെ ചുറ്റുമൊക്കെ പലയിടത്തും കൊണ്ട് വെച്ചിട്ട് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ 200 മിസൈലുകൾ വന്നാൽ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഇറാൻ ചെയ്തത്. പിന്നെ വേറൊന്നുള്ളത്, ഈ ഒരുപാട് മിസൈലുകൾ ഈ പാഴാക്കി കളയുന്നത് അത്ര ബുദ്ധിയല്ല. കാരണം ഇതൊക്കെ വലിയ ചിലവുള്ള കാര്യങ്ങളാണ്. പേടിപ്പിക്കാം എന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനൊരു മണ്ടത്തരല്ലേ എന്നുള്ളൊരു ആംഗിളും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. വലിയ ഏകോപനവും പെട്ടെന്നുള്ള നൈമിഷിക പ്രതികരണമൊക്കെ ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകൾ നേരിടാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അയൺ ഡോം പറ്റുമോ, അതുകൊണ്ട് സാധിക്കുമോ എന്നുള്ള ചർച്ചകൾ ഇസ്രയേലിൽ ഇപ്പോൾ ഈ സജീവമായിട്ട് വലിയ ആക്രമണം, ഏപ്രിലിലെ ആക്രമണമൊക്കെ വളരെ നിസ്സാരമായിരുന്നു. ഇത് ഭീകരമായ ഒരു ആക്രമണം. ആവശ്യമായ ഒരുക്കങ്ങളോടും ശക്തി സംഭരിച്ചുമാണ് ഇപ്പോൾ രണ്ടാമത്തെ ആക്രമണം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി നടന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ സാറ് തിരുത്തിയത്. ഒന്ന്, അത് വളരെ പ്ലാൻഡായിരുന്നു, വളരെ ശക്തമായ അറ്റാക്കായിരുന്നു. ഈ 180 എണ്ണം ഈ മിസൈലുകൾ എങ്ങാനും ഇസ്രായേലിൽ ചെന്ന് വീണിരുന്നെങ്കിൽ, ലക്ഷ്യം കണ്ടിരുന്നെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു. മഹാഭാഗ്യത്തിന് ചിലതൊക്കെ ലക്ഷ്യം തെറ്റിപ്പോവുകയും പലതിനെയും ഇടയ്ക്ക് വെച്ച് തകർക്കാനൊക്കെ അടുത്തൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. ആ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു 100 അടി അപ്പുറം മാത്രം ഗർത്തം ഉണ്ടായപ്പോൾ നാരോ എസ്കേപ്പ് എന്ന് പറയുന്നത്, തലനാരിഴയ്ക്കൊക്കെയാണ് ചിലതൊക്കെ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. ഇറാൻ്റെ ആക്രമണം ഒരു പൊയ്വെടി മാത്രമായി പോയി എന്നൊക്കെയുള്ള പ്രചാരണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാൻ അതിശക്തമായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ആ ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ ഇനി അങ്ങോട്ട് വലിയ ഒരുക്കങ്ങൾ നടത്തി തന്നെ നേരിടുകയോ ബാക്കി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുമായിരിക്കും. ഈ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് പറയാൻ പറ്റിയത്. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.